ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിപ്പോയ കപ്പലുകൾ പോലെ പശ്ചിമേഷ്യൻ പ്രശ്നത്തിന്റെ കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഓഹരി വിപണിയും. ബേറുകളും ബുള്ളുകളും തമ്മിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അതിശക്തമായ ഏറ്റുമുട്ടലാണ് അരങ്ങേറുന്നത്. ആയുധങ്ങൾ കൊണ്ട് അജയ്യത തെളിയിക്കാൻ വെമ്പുന്ന രാഷ്ട്രങ്ങൾക്കും അതുപോലെ തന്നെ പണക്കരുത്തുകൊണ്ട് വിപണികൾക്ക് വിലയിടുന്ന ധനസ്ഥാപനങ്ങൾക്കും ഇടയിൽ വിഷമസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത് ഓഹരികളെയും മ്യൂച്വൽ ഫണ്ട് പദ്ധതികളെയും ആശ്രയിക്കുന്ന കോടാനുകോടി നിക്ഷേപകരാണ്. യുദ്ധം ഇന്ന് തീരും, നാളെ തീരും എന്നിങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. അനിശ്ചിതത്വത്തിന്റെ ഈ പശ്ചാത്തലത്തിലാണ് നിലവിലെ സ്ഥിതി, നിക്ഷേപ തന്ത്രങ്ങൾ, സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക് എന്നീ സൂചികകളുടെ സമീപദിന സാധ്യതകൾ, IPO വിവരങ്ങൾ, ഡിവിഡന്റ്, ബോണസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവയുടെ പ്രയോജനം ആഗ്രഹിക്കുന്ന നിക്ഷേപകർ അറിയേണ്ട റെക്കോർഡ് തീയതികൾ എന്നിവ ഉൾപ്പെടുത്തി ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ മാർക്കറ്റ് റിവ്യൂ അവതരിപ്പിക്കുന്നത്. അവയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിക്ഷേപകർ അറിയേണ്ട പ്രധാന കാര്യം മാർച്ച് 30 മുതൽ ഏപ്രിൽ 3 വരെയുള്ള വ്യാപാര വാരത്തിൽ 3 ദിവസം മാത്രമേ ഇടപാടുകൾ സാധ്യമാകൂ എന്നതാണ്. 2 ദിവസം ഓഹരി വിപണികൾക്ക് അവധിയായിരിക്കും. മാർച്ച് 31 മഹാവീര ജയന്തി പ്രമാണിച്ചാണ് അവധി. ഏപ്രിൽ 3 ദുഃഖവെള്ളി പ്രമാണിച്ചുള്ള അവധി. ഈ സാമ്പത്തിക വർഷത്തെ അവസാന വ്യാപാര ദിനമാണ് മാർച്ച് 30 എങ്കിൽ പിന്നാലെ കടന്നു വരുന്നത് പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ 2 വ്യാപാര ദിനങ്ങളാണ് എന്നതും ഈ ആഴ്ചയുടെ പ്രത്യേകതയാണ്. ഇനി വിപണിയുടെ നിലവിലെ സ്ഥിതി വളരെ വേഗത്തിലൊന്ന് പരാമർശിച്ചു പോകാം. കടന്നുപോയ ആഴ്ചയിലെ ആദ്യ വ്യാപാര ദിനത്തിൽ വിപണിയിൽ നടന്നത് കുരുതിയാണ്. ഒരു വ്യവസായ മേഖലയിൽ നിന്നുമുള്ള ഓഹരികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ ദുർദിനമായിരുന്നു അത്. നിക്ഷേപകരുടെ കൈവശമുള്ള ഓഹരികളുടെ ആകെ മൂല്യത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് അന്ന് ചോർന്നു പോയത് ഏതാണ്ട് 14 ലക്ഷം കോടി രൂപയാണ്. അന്നത്തെ വ്യാപാരത്തിന് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 5 ദിവസത്തെ യുദ്ധവിരാമം പിന്നീടുള്ള 2 ദിവസങ്ങളിൽ കുത്തനെയുള്ള ഉയർച്ചയ്ക്ക് സഹായകമായി. ആഴ്ചയുടെ ആദ്യ ദിവസത്തെ നഷ്ടം മുഴുവൻ അതോടെ നികത്തപ്പെടുന്നതാണ് കണ്ടത്. എന്നാൽ വാരാന്ത്യ ദിനത്തിൽ വീണ്ടും കണ്ടത് വൻ തകർച്ച തന്നെയാണ്. അവസാനം വിപണിയിൽ പ്രകടമായത് കടുത്ത നിരാശയാണ്. സ്വർണത്തിനു പോലും സുരക്ഷിത നിക്ഷേപ പദവി നഷ്ടമായിരിക്കെ ഓഹരിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ ആഴ്ച വ്യാപാര ദിനങ്ങൾ വളരെ ചുരുങ്ങും എന്നതിനാൽ ഇടപാടുകൾ പരിമിതമാകും. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായതിനാൽ അതിനോടനുബന്ധിച്ച മടുപ്പും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ഈ അവസരത്തിൽ വളരെ കൂടുതലാകാനും സാധ്യതയുണ്ട്. പക്ഷേ അതിന് റിസ്ക് കൂടിയിരിക്കും എന്ന കാര്യം നിക്ഷേപകർ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അനിശ്ചിതത്വത്തിന്റെ ഈ അവസരത്തിൽ ഓഹരി നിക്ഷേപം അഭികാമ്യമായിരിക്കില്ലേ എന്ന് ആരായുന്നവർ ഉണ്ട്. അത് കൂടുതൽ അപകടകരമല്ലേ എന്ന സംശയം ഉന്നയിക്കുന്നവരും കുറവല്ല. വിപണിയുടെ ഭാവി സംബന്ധിച്ച കൃത്യമായ സൂചനകൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കുന്നതാവില്ലേ ഉചിതം എന്നാണ് മറ്റു ചിലരുടെ സംശയം. ഇക്കൂട്ടരോടെല്ലാം ഉള്ള മറുപടി ഇതാണ്: തീർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അല്ല, റിസ്ക് എടുക്കുന്നവരെയാണ് വിപണി തുണയ്ക്കുക. ഇത് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശാശ്വത സത്യമാണ്. പീരങ്കികൾ ഗർജിക്കുമ്പോൾ ഓഹരികൾ വാങ്ങുകയും വിജയകാഹളം ഉയരുമ്പോൾ വിൽക്കുകയും ചെയ്യുന്നതാണ് മികച്ച തന്ത്രം എന്നൊരു നിരീക്ഷണം പണ്ടേ വിപണിയിലുണ്ട്. ഇതിന്റെ അർത്ഥം യുദ്ധം പോലുള്ള പ്രതികൂല കാലാവസ്ഥകളിൽ ഓഹരികൾ വാങ്ങുകയും യുദ്ധാവസാനത്തോടെ വിപണികൾ മെച്ചപ്പെടുമ്പോൾ ഓഹരികൾ വിറ്റുമാറി ലാഭം കൊയ്യുകയുമാണ് നല്ലത് എന്നതത്രേ. ചില്ലറ നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷവും പണം ചെലവിട്ടിട്ടുള്ളത് സ്മോൾ ക്യാപ് ഓഹരികൾ വാങ്ങാനാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളതും ഇത്തരം സ്മോൾ ക്യാപ് ഓഹരികൾക്ക് തന്നെ. സ്മോൾ ക്യാപ് ഓഹരികളിൽ 90% പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 35% സ്മോൾ ക്യാപ് ഓഹരികളുടെയും വില തകർച്ച അതിഭീമമാണെന്ന് തന്നെ പറയാം. അവയുടെയൊക്കെ നഷ്ടം ഇരട്ട അക്കത്തിലാണ് താനും. ഇത്തരം ഓഹരികളിലെ അന്യായമായ വില നിലവാരത്തിലേക്ക് തകർന്നവ കണ്ടെത്തി ഇപ്പോൾ അവ സ്വന്തമാക്കുന്നത് നന്നായിരിക്കും. പ്രശസ്ത US നിക്ഷേപകനും മ്യൂച്വൽ ഫണ്ട് മാനേജറുമായ പീറ്റർ ലിഞ്ചിന്റെ ഒരു വിശേഷണം കടമെടുത്ത് പറയട്ടെ: ഇവയിൽ പലതും ഇപ്പോൾ മൾട്ടി ബാഗർ സ്റ്റോക്കുകളാണെന്ന് പറയാം. അതായത് ഭാവിയിൽ വൻ നേട്ടം സമ്പാദിച്ചു തരാൻ ശേഷിയുള്ളവ. അവ ഒറ്റയടിക്ക് വാങ്ങരുതെന്ന് മാത്രം. അങ്ങനെ വാങ്ങുന്നതിന് പകരം ക്രമേണ വാങ്ങുന്ന ഒരു തന്ത്രമായിരിക്കും നിക്ഷേപകരുടെ ഭാഗത്ത് അഭികാമ്യം. കാര്യമായ തോതിൽ വിലയിടിഞ്ഞ എന്നാൽ എന്തുകൊണ്ടും മികച്ച ലാർജ് ക്യാപ് ഓഹരികളും സ്വന്തമാക്കാൻ പറ്റിയ നല്ല അവസരമാണിപ്പോൾ. വിദേശ ധനസ്ഥാപനങ്ങൾ കനത്ത വിൽപ്പന കൊണ്ട് വിപണിയെ ശ്വാസം മുട്ടിക്കുകയാണ്. എന്നിട്ടും വിപണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിന് കാരണം ആഭ്യന്തര ധനസ്ഥാപനങ്ങളുടെ അളവറ്റ പിന്തുണ തന്നെയാണ്.
2026 മാത്രം, അതായത് ഈ വർഷം മാത്രം ഈ സ്ഥാപനങ്ങൾ 2 ലക്ഷം കോടിയിലേറെ രൂപയ്ക്ക് ഓഹരികൾ വാങ്ങിക്കഴിഞ്ഞു. ഈ സ്ഥാപനങ്ങൾ വിപണിയിലെ ഇപ്പോഴത്തെ തകർച്ചയെ മികച്ച അവസരമായാണ് കാണുന്നത് എന്ന് ചുരുക്കം. ചില്ലറ നിക്ഷേപകർക്ക് ഇത് വളരെ അനുകരണീയമായ മാതൃകയായി പിന്തുടരാവുന്നതാണ്. കാരണം ആഭ്യന്തര ധനസ്ഥാപനങ്ങൾ ഓഹരികൾ വാങ്ങുന്നത് അവയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അംഗങ്ങൾക്ക് വീതിച്ചു നൽകുന്നതിന് വേണ്ടിയാണല്ലോ. യുദ്ധം മൂർച്ഛിക്കുകയോ അവസാനിക്കുകയോ ചെയ്യട്ടെ, വിപണിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കാകെ തന്നെയും അനുകൂലമായ ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് നിക്ഷേപകർ ഈ അവസരത്തിൽ കാണാതെ പോകരുത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വരവ് മെച്ചപ്പെടുന്നു എന്നതാണ്. ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചിട്ടുണ്ട്. ഏതാനും കപ്പലുകൾ എത്തിക്കഴിഞ്ഞു. 15ഓളം കപ്പലുകൾ അടുത്തു തന്നെ ഹോർമുസ് കടന്നെത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടെ ഇന്ത്യയിലെ ഊർജ്ജ പ്രതിസന്ധി ഏതാണ്ട് നന്നായി തന്നെ പരിഹരിക്കപ്പെടും. ഇപ്പോൾ തന്നെ കാര്യമായ തോതിൽ ഊർജ്ജ പ്രതിസന്ധി ഒന്നുമില്ല. വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യത്തിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ക്ഷാമം അല്ലെങ്കിൽ നിയന്ത്രണം നിലനിൽക്കുന്നത്. അടുത്ത മാസം, അതായത് ഏപ്രിലിൽ 600 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയിലെ റിഫൈനറികൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. ഇത് സംബന്ധിച്ച് റഷ്യൻ കമ്പനികളുമായി ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ കരാർ ഏർപ്പെട്ട് കഴിഞ്ഞു. ഫെബ്രുവരിയിൽ വാങ്ങിയതിന്റെ ഇരട്ടിയിൽ ഏറെയാണ് ഇതെന്ന് ഡേറ്റ ഇന്റലിജൻസ് ഫേം ആയ കെപ്ലർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഡിസംബറോടെ ഒഴിവാക്കിയിരുന്ന മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡ്, അതായത് MRPL, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ മിത്തൽ എനർജി എന്നിവ തീരുമാനം മാറ്റിയിട്ടുണ്ട്. അവയും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനിടെ വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനും ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിലിൽ 800 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് വെനസ്വേലയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 2020 ഒക്ടോബറിന് ശേഷം ആ രാജ്യവുമായി ഇത്ര വലിയ എണ്ണ ഇടപാട് ആദ്യമാണെന്നും കെപ്ലർ കണക്കാക്കുന്നു. ആശ്വാസകരമായ മറ്റൊരു വാർത്ത കയറ്റുമതി രംഗത്ത് നിന്നാണ്. കയറ്റുമതി രംഗം നേരിടുന്നത് കനത്ത വെല്ലുവിളികൾ ആയിരുന്നിട്ടും ഇന്ത്യക്ക് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ഇരട്ട അക്കത്തിലുള്ള കയറ്റുമതി വളർച്ചയാണ് ഉണ്ടായത്. 1000 കോടി US$ മുകളിലുള്ള കയറ്റുമതിയാണ് സാധ്യമായത്. US-ലേക്കും UAE-ലേക്കുമുള്ള കയറ്റുമതിയിൽ ഇടിവാണ് അനുഭവപ്പെട്ടതെങ്കിലും ചൈന, സൗദി അറേബ്യ, UK, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലേക്ക് നല്ല തോതിൽ കയറ്റുമതി സാധ്യമായ കാലയളവാണിത്. ആശ്വാസകരമാണ് ഇവ എന്നിരിക്കലും അസ്വസ്ഥത ഉളവാക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടെന്ന് നിക്ഷേപകർ ഓർക്കേണ്ടതുണ്ട്. US$യുമായുള്ള വിനിമയത്തിൽ രൂപയുടെ വില 94 പിന്നിട്ടിരിക്കുന്നു. ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ രൂപയുടെ മൂല്യം ഏതാണ്ട് 94 രൂപ 77 പൈസയാണ്. RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാര്യമായ തോതിൽ വിദേശ നാണ്യ വിപണിയിൽ ഇടപെട്ടിട്ടും രൂപയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് പ്രധാന കാരണം ഇത് മാസാവസാനമായതുകൊണ്ട് ഇറക്കുമതിക്കാരിൽ നിന്ന് വലിയ തോതിൽ ഡോളറിന് ആവശ്യം വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രൂപയുടെ വില 95 രൂപയിലേക്ക് എത്തിയേക്കാം. ചില രാജ്യാന്തര റേറ്റിംഗ് ഏജൻസികളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച അനുമാനങ്ങളിൽ കുറവ് വരുത്തിയിരിക്കുന്നതും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇനി വില സൂചികകളുടെ കാര്യം നോക്കാം. സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത് 73,583.22 എന്ന നിലവാരത്തിലാണ്. ഏതാണ്ട് 1690 പോയിന്റാണ് വാരാന്ത്യ ദിനത്തിൽ സെൻസെക്സിലുണ്ടായ ഇടിവ്. നിഫ്റ്റി 50 ആകട്ടെ വാരാന്ത്യ ദിനത്തിൽ 486 പോയിന്റിന്റെ തകർച്ചയോടെ 22,819.60 നിലവാരത്തിലാണ് അവസാനിച്ചത്. നിഫ്റ്റി ബാങ്ക് 57,274.60 നിലവാരത്തിലും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റി ബാങ്കിന്റെ നിലവാരം വളരെയേറെ താഴ്ന്നു പോയിരിക്കുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി 50യുടെ നിലവാരം 23,000 പോയിന്റിനും താഴേക്ക് എത്തിയിരിക്കുന്നു എന്നതുമാണ്. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ സപ്പോർട്ടായി കണക്കാക്കാവുന്നത് 22,300, 22,350 നിലവാരമാണ്. റെസിസ്റ്റൻസ് നിലവാരമാകട്ടെ 23,400, 23,450. നിലവിലെ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് 23,400, 23,450 നിലവാരത്തിൽ തടസ്സം പിന്നിടുക വളരെയേറെ പ്രയാസമായിരിക്കും. അത് കടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ തിരിച്ചു കയറ്റം നിലനിൽക്കുകയുള്ളൂ എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. നിഫ്റ്റിക്ക് ലഭിക്കാവുന്ന പിന്തുണയാകട്ടെ 22,300, 22,350 നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. അത് 20,000 വരെ താഴ്ന്നാലും അത്ഭുതത്തിന് അവകാശമില്ല. ഇനി ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച് ചില കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ ഏതൊക്കെയെന്ന് നോക്കാം.
TVS മോട്ടോർ കമ്പനി ലിമിറ്റഡ് ഇടക്കാല ലാഭവീതം നൽകുന്നതിന് വേണ്ടി മാർച്ച് 31 റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. IREDA, അതായത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി, അതുപോലെ തന്നെ TVS ഹോൾഡിംഗ്സ്, ഈ രണ്ട് കമ്പനികളും ഇടക്കാല ലാഭവീതം നൽകുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി ഏപ്രിൽ 2. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ലിമിറ്റഡ് ഇടക്കാല ലാഭവീതം നൽകുന്നതിന് വേണ്ടി ഏപ്രിൽ 3 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഫൈനൽ ഡിവിഡൻഡ് നൽകുന്നതിന് വേണ്ടി ക്രിസിൽ ലിമിറ്റഡ് നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതിയും ഏപ്രിൽ 3 തന്നെയാണ്. ഇനി ബോണസ് ഇഷ്യൂ, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവ സംബന്ധിച്ച് ചില കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ നോക്കാം. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനി 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരി നൽകാൻ, അതായത് ഓഹരി ഉടമകളുടെ കൈവശം ഇപ്പോഴുള്ള ഓരോ ഓഹരിക്കും ഓരോ ഓഹരി വീതം അധികമായി സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുള്ള റെക്കോർഡ് തീയതി ഏപ്രിൽ 1. R&B ഡെനിംസ് ലിമിറ്റഡ് ബോണസ് ഓഹരി നൽകുന്നു. അതിനു പുറമെ ആ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയുമാണ്. ബോണസ് ഓഹരി 2:1 എന്ന അനുപാതത്തിലാണ്. അതായത് നിലവിലുള്ള 2 ഓഹരികൾക്ക് ഓരോ ഓഹരി വീതം നൽകുന്നതാണ് ബോണസ് ഇഷ്യൂ. അതിനു പുറമെ 2 രൂപ മുഖവിലയുള്ള ഓഹരികൾ 1 രൂപ മുഖവിലയുള്ള ഓഹരികളായി വിഭജിക്കുകയുമാണ്. ഇങ്ങനെ ഈ ബോണസ് ഇഷ്യൂ സംബന്ധിച്ചും സ്റ്റോക്ക് സ്പ്ലിറ്റ് സംബന്ധിച്ചും കമ്പനി നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി ഏപ്രിൽ 3. അവസാനമായി IPO വിപണിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി നോക്കാം. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള മൾട്ടി നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമായ ടെമാസെക് ഹോൾഡിംഗ്സിന് വലിയ തോതിൽ ഓഹരി പങ്കാളിത്തമുള്ള മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ് IPO വിപണിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി മുമ്പാകെ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് DRHP സമർപ്പിച്ചു കഴിഞ്ഞു. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ പാൻ ഇന്ത്യ നെറ്റ്വർക്ക് തന്നെയുള്ള മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസിന്റെ ഓഹരികൾ BSE, NSE എന്നീ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പിന്നീട് ലിസ്റ്റ് ചെയ്യും. കോൾ ഇന്ത്യ ലിമിറ്റഡ് സബ്സിഡിയറിയായ സെൻട്രൽ മറൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് CMPDIL പൊതുവിൽപ്പനയിലൂടെ ലഭ്യമാക്കിയ ഓഹരികൾ മാർച്ച് 30 ലിസ്റ്റ് ചെയ്യും. 163, 172 രൂപ പ്രൈസ് ബാൻഡിലായിരുന്നു വിൽപ്പന. കഴിഞ്ഞ ആഴ്ചയാണ് IPO സമാപിച്ചത്. അതായത് മാർച്ച് 24 IPOയിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തത്.